മൈരാണ്ടി മോറിനെതിരെ ഒരു കേസ് കൊടുക്കണം. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണോ? നാളെ രാവിലെ 9 മണിയാകുമ്പോൾ അടുത്തവനെ പിടിക്കാൻ വേണ്ടി വരും. ഉടനെ അയാൾ പറയണത്, നീ എന്ത് ഇന്ത്യയിലല്ലേ ജീവിക്കണത്, നീ എന്ത് ഇന്ത്യയുടെ പുറത്താണ് ജീവിക്കണത്, ഹിന്ദി അറിഞ്ഞുകൂടെങ്കിൽ നീ എന്തിന് ഇന്ത്യയിൽ ജീവിക്കണത്, ഇന്ത്യയുടെ പുറത്ത് പോയി ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യക്ക് അങ്ങനെ നാഷണൽ ലാംഗ്വേജ് ആയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞ് ഇത് മറ്റേ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് എന്തെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എന്നെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഈ 2000 കൊണ്ടുപോയി, നാളെ വേറെ ഒരാളെ പറ്റിച്ച് കൊണ്ടുപോകുന്നു. ഇത് അയാൾ ഡെയിലി ഇങ്ങനെ പറ്റിച്ച് കൊണ്ടുപോയി നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇങ്ങനെ പറ്റിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെയും മയില് ഒരു പണി കിട്ടി. പാകിസ്ഥാൻ ബോർഡറിൽ പോയിട്ട് പട്ടാളക്കാരൻ്റെ അടുത്ത് വള്ളി പിടിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ബട്ട് ഐ ക്യാൻ. ഗൈസ്, അങ്ങനെ രാവിലെ ഇപ്പോൾ ഉറക്കെണീറ്റതേ ഉള്ളൂ. മണി ഏകദേശം 9:15. ഇന്നിനി 3:15 എനിക്ക് തിരിച്ച് ജോധ്പൂരിലോട്ട് ട്രെയിനുണ്ട്. അപ്പം 3:15 മുന്നേ ഒരു 2 സ്ഥലങ്ങളും കൂടെ ഇവിടെ കാണാനുണ്ട്. അപ്പം അതൊന്നും കൂടെ കണ്ടിട്ട് 3:15 നേരെ ജോധ്പൂരിലോട്ട് പോകണം. ജോധ്പൂരിൽ പോയിട്ട് വേണം നമുക്ക് ആ കേസൊന്ന് ഫയൽ ചെയ്യാൻ. അവിടെ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. രാത്രി 8 മണിയാവും. 7 മണി 8 മണിയൊക്കെ ആവും. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ 8 മണിക്ക് വാരണാസിക്ക് ട്രെയിനുണ്ട്. അപ്പം രാവിലെ 8 മണിക്ക് നേരെ എണീറ്റ് വാരണാസി പോവുക. പിന്നെ ഇന്നലെ വേറൊരു പ്രശ്നമുണ്ട്. ഞാനാണെങ്കിൽ ഫോൺ ചാർജ് ഇട്ടിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു. കുറേ നേരം അവിടെ തന്നെ ഇരിക്കണം. ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ട് ആ സീറ്റിൽ തന്നെ ചാർജ് വിട്ട് എൻ്റെ ഇയർബഡ്സും അവിടെ ചാർജ് ഇട്ടിട്ട് അവിടെ തന്നെ കുറേ നേരം ഇരിക്കും. പിന്നെ പെട്ടെന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബസ്സിൽ. ഞാനാണെങ്കിൽ ഒന്ന് കാല് കഴിയുവാനായിട്ട് പുറത്തോട്ട് വന്നിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയി കാണില്ല. തിരിച്ച് അകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ വേറൊരു 3 മാടന്മാർ വന്നിരിക്കുന്നു, ഹിന്ദിക്കാരന്മാരാണ്. 4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ്. അപ്പോൾ എൻ്റെ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റിൻ്റെ ആ കവർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങണം, ഞാനും കൂടെ ഇരിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞ്, നീ ഇവിടെ ഇരിക്കണ്ട, നീ അവിടെ പോയിരുന്നാൽ മതിയെന്ന്. വേറൊരു സീറ്റ് കാണിച്ചിട്ട് നീ അവിടെ പോയിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ എന്തിനാ അവിടെ പോയിരിക്കണത്, ഞാൻ ഇത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അത് എനിക്ക് ഞാൻ ഇത്ര നേരം ഇവിടെയാണ് ഇരുന്നത്, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് പോയി, ഞാൻ ഇപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞ്, നീ എന്ത് സീറ്റ് നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ, മാറാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കിൽ ചാർജ് ഇട്ടതൊക്കെ കാണിച്ചു കൊടുത്തു. ചാർജ് ഇട്ടത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓക്കെ മാറി തന്നു. പുള്ളിക്കാരനാണെങ്കിൽ മാറി തന്നു. പക്ഷേ ആ പുള്ളിക്കാരന് നല്ല ഈഗോ അടിച്ച്, ഈ പുള്ളിക്കാരനല്ല 3 പേർക്ക് നല്ല ഈഗോ അടിച്ച്. എന്നിട്ട് മാറി തന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേരളയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞത് ഉടനെ ഈ പുള്ളിക്കാരൻ എണീറ്റ് കിടന്ന് ഹിന്ദിയിൽ എന്തൊക്കെയോ കിടന്ന് ഉടക്കണം എൻ്റെ അടുത്ത്. എനിക്കൊന്നും മനസ്സിലാവണല്ലോ യഥാർത്ഥത്തിൽ, എന്തൊക്കെയോ കിടന്ന് ഉടക്കണം. ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, എന്തൊക്കെയോ തെറിയ എന്തോ വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് മാറാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിങ്ങനെ കിടന്ന് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരെ മർക്ക് ചെയ്യാൻ അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ അടിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദേഹത്തോടെ നിങ്ങൾക്ക് അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും അവിടെ കിടന്ന് രണ്ടുപേരായിട്ട് തർക്കമായി. പിന്നെ അപ്പോഴത്തേക്കും ഇപ്പുറത്തിരുന്ന ആൾ എണീറ്റിട്ട് പറഞ്ഞ്, നിനക്ക് ചാർജ് ചെയ്യാനല്ലേ ഇരിക്കണം, നീ ഇപ്പുറത്ത് വന്നിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇല്ല, ഞാൻ ഇവിടെ അല്ലേ ഇരുന്നത്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ എന്തിനാണ് നിങ്ങളവിടെ വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഉടനെ പിന്നെയും കിടന്ന് ഉടക്കുന്നു, നിനക്ക് ചാർജ് ചെയ്താൽ പോരെ, നീ അവിടെ തന്നെ ഇരിക്കണം, നീ ഇപ്പുറത്ത് വന്നിരിക്കും, ഞാൻ അപ്പുറത്ത് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ കണക്കിന് അവിടെ കിടന്ന് എൻ്റെ അടുത്ത് ഉടക്കണം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്, അയാളിരുന്ന സീറ്റിൽ വേറൊരു പുള്ളിക്കാരൻ വന്നിരുന്നു. അപ്പോഴത്തേക്ക് അയാളുടെ വന്നിരുന്ന ആളുടെ അടുത്ത് പറയണേ, എടാ ഒന്ന് മാറ്, ഇവിടെ വേറൊരു പ്രശ്നം നടക്കണം, ഒന്ന് മാറുന്നു. അപ്പോൾ അയാളെ മുഖത്തൊക്കെ കിടക്കണം, എന്തൊരു പ്രശ്നമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഇയാളായിരുന്നു തിരിച്ച് ചോദിച്ചു. സംഭവം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി തെറ്റായ അവരുടെ ഭാഗത്താണെന്ന്. ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഇവർ 3 പേരും പിന്നെ ഇറങ്ങിപ്പോയി. അതിലൊരാൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, 2 സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. ഇനി മിലിറ്ററിക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. അയാൾ പറഞ്ഞ് മിലിറ്ററിക്കാരനൊക്കെ വിളിച്ചിട്ട് തരാമെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പോയി വിളിച്ചിട്ട് വരും, നമുക്ക് നോക്കാം. പിന്നെ കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്ത് ഇന്ത്യയിലല്ലേ, നിനക്കെന്ത് ഹിന്ദി അറിഞ്ഞൂടെ, ഇന്ത്യയിലായിരുന്നിട്ട് ഹിന്ദി അറിഞ്ഞുകൂടെ, നിനക്ക് ഹിന്ദി സംസാരിച്ചത് എന്തോ, അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അതിനുശേഷം. പിന്നെ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ആ ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞ്, പ്രശ്നം നിങ്ങളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല,
അവൻ കുഴപ്പമൊന്നുമില്ല, അവരെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറയും. പിന്നെ ഓക്കെ, അതവിടെ കഴിഞ്ഞു. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ, ചായ കുടിച്ചോണ്ട്. അവന്മാരെ പാട്ടിനെ പോയി ഉള്ളവന്മാരെ സീറ്റും കളഞ്ഞ് ഇരുന്നവൻ്റെ സീറ്റ് പോലും പോയി. അതാണ് എനിക്ക് ഏറ്റവും ഈ ചിരിയും വന്നു മയിലും. സീറ്റിലിരുന്നവൻ എണീച്ചിട്ട് എൻ്റെ അടുത്ത് അപ്പുറത്ത് മാറി ഇരിക്കാൻ പറയണ എൻ്റെ ഇടയിൽ വേറെ എടുത്താൽ വന്നിരുന്ന് അവൻ്റെ സീറ്റിൽ പോയി. എന്തിനൊക്കെ കാണണമുള്ളൂ ഇവിടെ. നമുക്കിവിടെ നിന്ന് നേരെ ജോധ്പൂരിൽ പോയിട്ട് അവിടെ കേസ് ഫയൽ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ രാവിലെ വാരണാസി പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ജയ്സൽമറിയിലുള്ള ഡെസേർട്ട് സഫാരി വേണ്ടെന്ന് വെച്ച്. ഇവിടെ എന്തോ പരിപാടി നടക്കുകയാണ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ആരെയോ സ്വീകരിക്കണതാണെന്നാണ് തോന്നുന്നത്. ഫോറിനേഴ്സാണെന്ന് തോന്നുന്നത്. ഫോറിനേഴ്സിനെ സ്വീകരിക്കണം. ഇവിടെ വന്ന ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യണമാണ്. അവരെ ബസ്സൊക്കെ നടക്കുന്നുണ്ട്. അവർ ബാക്കിൽ വരുന്നു. അവരെ വെൽക്കം ചെയ്തതാണ്. നമ്മളൊന്ന് വെൽക്കം ചെയ്യാൻ ഇവിടെ ഒരു പട്ടിക്കുട്ടികളില്ല. എന്തായാലും പുറത്തിറങ്ങി നമുക്കിനി ഇവിടെ എന്തെങ്കിലും കഴിക്കാം. പക്ഷെ കഴിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് എനിക്കൊന്നും അത്ര വലുതായിട്ട് ഇഷ്ടപ്പെടില്ല. എല്ലാം റൊട്ടിയും പട്ടിയും ഒക്കെയാണ്. പട്ടുവോൺ കി ഹവാലി എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലം അവിടെ കാണാനുള്ളൊരു സ്ഥലമാണ്. കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ളത്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. GTPയുടെ അടുത്ത് ചോദിച്ചപ്പം സെക്കൻഡ് ടൈം കാണാൻ പറ്റിയ നല്ല സ്ഥലം ഫോട്ടോ കഴിഞ്ഞിട്ട് അതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു 1.5 കിലോമീറ്ററിനുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞാൻ ഹവാലിയിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹവാലി. അവിടെ പാട്ടും ഇതൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട്. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 2 സൈഡ് ഡ്രസ്സ് സാധനങ്ങളൊക്കെ മറ്റേ അവിടെ പോലെ തന്നെ, ഫോട്ടോ പോലെ തന്നെ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇവിടെ എന്താണ് സംഭവം എന്ന് നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ പട്ടുവോക്കി ഹവാലിയിലാണ് നിൽക്കുന്നത്. ഇത് മറ്റേ ഫോർട്ട് പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കൊത്തുപണികളും പണ്ടത്തെ കാലത്തുള്ള ഒരു ചെറിയൊരു ഫോർട്ട് പോലത്തെ സെയിം സംഭവം തന്നെ. ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും വലിയ വ്യത്യാസം തോന്നുന്നില്ല. വെറൈറ്റി ആയിട്ടൊന്നുമില്ല, എല്ലാം ഫോർട്ട് തന്നെ. ഇവിടെ ബാക്കി വെറൈറ്റി ആയിട്ട് തോന്നണമെങ്കിൽ ഇനി ഡെസേർട്ട് സഫാരിക്ക് പോകണം. ഞാൻ ക്രെഡിറ്റ് ബിന്ന് പൈസ ചെയ്തായിരുന്നു കേട്ടോ. പൈസ വന്നായിരുന്നു. പക്ഷെ ഒരു മണ്ടത്തരം കാണിച്ച്. എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മുകളിൽ കൂടെ കയറാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കി. ഇതാണ് വഴി. ആ വവ്വാലില്ലാണ്. ഇവിടെ വവ്വാനൊക്കെ തൂങ്ങി കിടക്കണം ഇതിൻ്റെ അകത്ത്. ഇവിടെ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയ ജയ്സൽമർ ഫോർട്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ. ഇപ്പുറത്തായിരുന്നു നമുക്ക് ഈ ഹവേലി. കുറച്ച് ഒരു 10 മിനിറ്റ് കാണാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ടൊന്നുമില്ല. നമുക്ക് ഇന്നലെ തന്നെ വന്ന ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ വന്നാൽ മതിയായിരുന്നു. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഫുള്ളും ജയ്സൽമറിൻ്റെ സിറ്റി കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ വീടുകളുണ്ട്. ഫുള്ളും ഗോൾഡൻ കളറിലാണ് അടിച്ചിരിക്കുന്നത് എല്ലാ വീടുകളും. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഫോർട്ടിലേക്കാട്ടി നല്ല വ്യൂ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഫോർട്ടും ഈ സൈഡ്, അവിടെ ഫോർട്ടും ഈ സൈഡ് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അവിടെക്കാട്ടിൽ നല്ല ഭംഗി ഇവിടെ നിന്ന് കാണുന്നതിനെയാണ്. നല്ല അത്യാവശ്യ രീതിയിൽ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പം സീസണാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും നല്ല രീതിയിൽ തിരക്കാണ്. എനിക്കൊരു കുപ്പി വെള്ളം വേണം. ഇവിടെ എല്ലാവരും രാജസ്ഥാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. കണ്ട, എല്ലാവരും രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും. വാടകയ്ക്കാണോ അതോ വീട്ടിൽ കൊണ്ടുപോകാനാണോ അതോ ഫോട്ടോ എടുക്കാൻ മാത്രം കൊടുക്കണതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ഗൈസ്, അങ്ങനെ ഞാനാണെങ്കിൽ ജോധ്പൂർ സ്റ്റേഷനിലെത്തി. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്. എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത തിരക്ക്. ഞാൻ ഇത്രയും ദിവസം സഞ്ചരിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഭയങ്കര തിരക്ക് ഇന്നത്തെ ട്രെയിനിലെ തിരക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ എവിടെ ആളുകൾ മടിയിലും വാറ്റകത്തൊക്കെ കയറിയിരിക്കുന്ന ആളുകളൊക്കെ. എന്നിട്ട് ഞാനാണെങ്കിൽ സ്റ്റേഷനിലിറങ്ങി നേരെ ഇവിടെ പുറത്ത് വന്നിട്ട് ഒരു കടയിൽ കയറി. ഇന്നാണ് ആ കട കണ്ടത്, മാങ്ങാത്തൊലി. അവിടെ ബിരിയാണിയും മാങ്ങ എല്ലാം ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ഇവിടെ റൊട്ടിയും പട്ടിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ നേരെ പോയിട്ടൊരു വെജ് ബിരിയാണി കഴിച്ച്. അത്യാവശ്യം കുഴപ്പമില്ലാതില്ല. 130 രൂപ. അവിടെ ചിക്കൻ ബിരിയാണിക്ക് 130 രൂപയാണ് കേരളത്തിൽ. കുഴപ്പമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മറ്റേ മലയാളി മങ്കാത്തനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക്
ടൂറിസ്റ്റ് പോലീസിന് അല്ല ഫോറിൻ പോലീസ് ടൂറിസ്റ്റ് പോലീസാണ്, അങ്ങനെ ഒരു പോലീസുണ്ട്. അപ്പം ആ പോലീസിനെ പോയി കണ്ടിട്ട് നമുക്ക് കംപ്ലൈൻ്റ് ഒന്ന് ഫയൽ ചെയ്യാം. എന്നിട്ട് ഇന്നിവിടെ കടന്നിട്ട് നാളെ രാവിലെ എണീറ്റ് നമുക്ക് ഉത്തർപ്രദേശിലോട്ട് പോകാം വാരണാസിയിലോട്ട്. ആ മൈരാണ്ടി മോറിനെതിരെ ഒരു കേസ് കൊടുക്കണം. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. അവൻ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ അടുത്തവനെ പിടിക്കാൻ വേണ്ടി വരും. എന്തായാലും ഉറപ്പായിട്ടും വരും. അവന് കൈവിറയ്ക്കും. രാവിലെ ആയാൽ വെള്ളം അടിക്കാതിരുന്ന അവന് കൈവിറയ്ക്കും. അവൻ അതുകൊണ്ട് ഇവിടുത്തെ ഒരു വൈൻ ഷോപ്പിൽ എല്ലാ ദിവസവും വരുമെന്ന് പറഞ്ഞു. ഗൈസ്, ഞാനാണെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അവർക്ക് ഹിന്ദി മാത്രമേ അറിയാവൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞ് എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറയണത്, നീ എന്ത് ഇന്ത്യയിലല്ലേ ജീവിക്കണത്, നീ എന്ത് ഇന്ത്യയുടെ പുറത്താണ് ജീവിക്കണത്, ഹിന്ദി അറിഞ്ഞുകൂടെങ്കിൽ നീ എന്തിന് ഇന്ത്യയിൽ ജീവിക്കണത്, ഇന്ത്യയുടെ പുറത്ത് പോയി ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദി അറിയണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, അപ്പോൾ പിന്നെ ഹിന്ദി അറിയാതെ എങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ഒന്നുമല്ല, ഇന്ത്യക്ക് അങ്ങനെ നാഷണൽ ലാംഗ്വേജ് ആയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞ്, ഇത് മറ്റേ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് എന്തെന്ന്. അപ്പോൾ ഞാൻ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ അതിൽ എഴുതിയിട്ടില്ല, ദർ ഈസ് നോ നാഷണൽ ലാംഗ്വേജ് ഇൻ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ നാഷണൽ ലാംഗ്വേജ് ഇല്ല. ഇന്ത്യയിലെ കുറേ ഭാഗങ്ങളിൽ ഹിന്ദി സംസാരിക്കുന്നത് കൊണ്ട് ഒരു മേജർ ടൈപ്പ് ആളുകൾ ഹിന്ദി സംസാരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ആയിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ്, അപ്പം ഇന്ത്യയുടെ പുറത്തുനിന്നൊരു ഫോറിനർ വന്നിട്ട് അവർക്കൊരു പ്രശ്നമാണ്, അപ്പോൾ അവർക്ക് ഹിന്ദി അറിഞ്ഞൂടാ, അപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കൂലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ കൂടെ ഗൈഡ് കാണും, ഗൈഡ് ഹിന്ദിയിൽ സംസാരിക്കും, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാനാണെങ്കിൽ ഗൂഗിൾ ജെമിനിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ വന്ന് പറയണത്, ഇത് നിങ്ങളെ പേഴ്സണൽ ഇഷ്യൂ ആണ്, നിങ്ങൾ പൈസ എടുത്തു കൊടുത്തതാണ്, അപ്പം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് പോയി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഓക്കെ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇന്ന് എന്നെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഈ 2000 കൊണ്ടുപോയി, നാളെ വേറെ ഒരാളെ പറ്റിച്ച് കൊണ്ടുപോകുന്നു, ഇത് അയാൾ ഡെയിലി ഇങ്ങനെ പറ്റിച്ച് കൊണ്ടുപോയി, നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇങ്ങനെ പറ്റിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ, അവർ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എനിക്ക് മടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇനി വന്നു. വയ്യ, ഏതെങ്കിലും ഹിന്ദിക്കാരന്മാർ കേരളത്തിൽ വരട്ടെ, ഞാൻ അപ്പോൾ അവന്മാരെ എൻ്റെ തനി സ്വഭാവന്മാർ കാണും, അങ്ങനെ ഞാൻ മലയാളത്തിൽ സംസാരിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ 2000 അവൻ കൊണ്ട് മുണുങ്ങി തിന്നട്ടാ പുണ്ടച്ച് പോയി തന്തയില്ലാത്തവൻ. എനിക്കിവിടെ ജോധ്പൂരിൽ വരേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് മര്യാദയ്ക്ക് അവിടെ ജയ്സൽമറിൽ നിന്ന് നേരെ ജയ്പൂരിൽ പോയിട്ട് അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് നേരെ നാളെ അവിടെ നിന്ന് ഉത്തർപ്രദേശിലോട്ട് പോയാൽ മതിയായിരുന്നു. ഇനി ഇവിടെ നിന്ന് നാളെ ജയ്പൂരിൽ പോയിട്ട് അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് ഉത്തർപ്രദേശിൽ പോകും. ഒന്നിന് 2 ഇരട്ടി പണിയായി. മയിൽ വന്നതിനൊരു കാര്യവും നടക്കുകയും ചെയ്തില്ല, പണി കിട്ടുകയും ചെയ്തു. ഇനി തണുപ്പത്ത് ഇവിടെ കിടക്കണം മയിൽ. അതാണ് ഒരു ചായ കുടിച്ചില്ല, ടെൻഷനായി. ഞാൻ അങ്ങനെ ട്രെയിനിൽ കയറി, സീറ്റ് കിട്ടി, അത്യാവശ്യം തിരക്കൊന്നുമില്ല. അപ്പം ഇനി നേരെ ജയ്പൂരിൽ പോയിട്ട് 10 മിനിറ്റ് അവിടെ ട്രെയിൻ നിർത്താം. അപ്പം അവിടെ നിന്ന് നേരെ നമ്മളെ ബാഗും എടുത്തിട്ട് നേരെ സ്ലീപ്പറിൽ കയറിയിട്ട് മാറ്റാൻ വേണ്ടി നോക്കും. പിന്നെയും മയില് ഒരു പണി കിട്ടി. ഞാനാണെങ്കിൽ ജോധ്പൂരിൽ ക്ലോക്ക് റൂമിലാണ് എൻ്റെ ലഗേജ് എല്ലാം വെച്ചിരുന്നത്, എൻ്റെ ബാഗ് വെച്ചിരുന്നത്. അപ്പം ജയ്പൂരിൽ ബാഗ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം കറങ്ങിക്കൊണ്ട് കിടന്നത്. അപ്പം ഞാനിപ്പം ട്രെയിനിൽ 330 രൂപ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങ് വാരണാസിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് 10 മിനിറ്റ് ജയ്പൂരിൽ ട്രെയിൻ നിർത്തും. അപ്പം ഞാനാണെങ്കിൽ വെച്ച സ്ഥലം എനിക്കറിയാം, ബാഗ് വെച്ച സ്ഥലം എനിക്കറിയാം. ഞാൻ ഏറ്റവും ടോപ്പിലൊരു സ്ഥലത്താണ് വെച്ചത്. അപ്പോൾ വെച്ച സ്ഥലം എനിക്കറിയാം. അപ്പോൾ ഉടനെ നമുക്ക് വന്നിട്ട് പെട്ടെന്ന് ബാഗ് കൊടുത്തിട്ട് ആ 10 മിനിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലല്ലേ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ബാഗ് കൊടുത്തിട്ട് പോകാമെന്ന കണക്കിനാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും ഞാൻ വെച്ച സ്ഥലത്ത് ബാഗില്ല. ഇവന്മാർ ബാഗിനെ വേറെ എവിടെയോ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ അവിടെ കടന്ന് തേടി ഇത്രയും ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് തേടി, എന്നിട്ട് ബാഗ് കാണാനില്ല. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് ട്രെയിന് പോയി, ബാഗില്ലായിരുന്നു, ട്രെയിന് പോയി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ വച്ച സ്ഥലത്ത് നിന്ന് എന്തിനടുത്ത് മാറ്റിയെന്ന് ചോദിച്ചു. ആ
മൈരം പറയണത് ഞാനല്ലല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ഞാനല്ലല്ലോ ഇരുന്നത്, വേറെ ഒരാളാണ് ഇരുന്നത്, റഷായിട്ടുള്ള സമയമാണ്, അപ്പോൾ നമുക്ക് ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, ഞാൻ വെച്ച സ്ഥലത്ത് നിന്ന് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കണക്കിന് വെച്ചത്, അപ്പം നിങ്ങൾ എൻ്റെ ട്രെയിനും പോയി, എൻ്റെ ട്രെയിൻ ടിക്കറ്റും പോയെന്ന് പറഞ്ഞു. അത് പറഞ്ഞു അത് അവരെ പ്രശ്നമല്ല, അത് നമ്മളെ പ്രശ്നമാണ്, കുറച്ച് നേരത്തെ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, എന്നിട്ട് അവൻ അതും കഴിഞ്ഞതിന് ശേഷം ലഗേജ് എടുത്തതിന് ശേഷം പൈസ ചോദിക്കണം. പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല, 150 രൂപയായി 6 ദിവസത്തേക്ക്. ഞാൻ പറഞ്ഞു 150 രൂപ തരാൻ പറ്റില്ല, കാരണം നിങ്ങളെ കാരണമാണ് എൻ്റെ ട്രെയിനും പോയത്, എൻ്റെ ടിക്കറ്റിൻ്റെ പൈസയും പോയത്. എന്നിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് ലഗേജിൻ്റെ പൈസയും കൂടെ തരണോ എന്ന് ചോദിച്ചു. കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ ഒരു പോലീസിനെ വിളിച്ചിട്ട് വന്നിട്ട് രണ്ടുപേരും ഹിന്ദിയിൽ എന്തോ സംസാരിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല, ഹിന്ദിയിൽ എന്തോ സംസാരിച്ച്. എന്നിട്ട് ഞാൻ പോലീസിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞത് നിങ്ങളെ തെറ്റാണ്, നിങ്ങൾ പോലീസുകാരൻ പറഞ്ഞ് നിങ്ങൾ പൈസ കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല, നിങ്ങളെ ബാഗ് കിട്ടിയില്ലെങ്കിലാണ് പ്രശ്നമുള്ളൂ, ബാഗ് കിട്ടിയ റഷ് ടൈം ആയതുകൊണ്ട് ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം, അതുകൊണ്ട് പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അന്ന് ജയ്പൂരിൽ ബുക്ക് ചെയ്ത റൂമിൽ ഞാനതാ ആ റൂമിൽ വന്നു. അടുത്ത പ്രശ്നമെന്ന് പറയണത്, ഞാൻ എൻ്റെ ബാഗ് സഞ്ചി, എൻ്റെ കമ്പിളി പുതപ്പൊക്കെ വെച്ചിരുന്ന സഞ്ചി മൈര അവിടെ മറന്നു വെച്ചിട്ട് വന്നു. അതെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിലോട്ട് പോകണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് മയില്. വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എനിക്കത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ആ പ്രഷറിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ബ്ലോഗിൻ്റെ കാര്യമെല്ലാം മറന്നു പോകും. ഇപ്പം ആദ്യം ഫസ്റ്റ് പ്രശ്നം ആ പുണ്ടച്ചിമോ മലയാളി, അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രശ്നം ജയ്സൽമറിൽ അവിടുത്തെ പ്രശ്നം, അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇന്നലെ ജോധ്പൂരിലെ പ്രശ്നം, അതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നാലാമത്തേതായി ഈ പ്രശ്നം, ഇതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ബ്ലോഗിൻ്റെ കാര്യം മറന്നു പോകണം. ഒരു മിനിറ്റ്, റെയിൽവേ സ്റ്റേഷനിൽ പോകണ വഴി മറന്നുപോയി. എൻ്റെ മനസ്സ് പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, ബാഗ് കിട്ടാൻ താമസിക്കും, ട്രെയിന് പോകും. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഓക്കെ 10 മിനിറ്റ് ഉണ്ട്. അവിടെ കിടന്നുള്ള ബാഗെല്ലാം അരിച്ച് പറക്കി മയില് കലി വരുന്നു. ഗൈസ്, അങ്ങനെ സാധനം കിട്ടി. അവിടെ പോയിട്ട് ഞാൻ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. ഞാൻ അവിടെ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ നേരെ അകത്ത് കയറി തപ്പിയപ്പം ഡോറിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ വന്നു. എടുത്തപ്പോഴത്തേക്ക് അവൻ എന്നൊക്കെ ബന്ധമൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ അവൻ തുറന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു ബാഗ്. ഞാൻ പറഞ്ഞ് പറ്റൂല തുറന്ന് കാണിക്കാൻ പറ്റൂല, നീ പോലീസിൽ കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ ഇപ്പം ഹോസ്റ്റലിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ വള്ളികളാണ് 2 ദിവസമായിട്ട്. പാകിസ്ഥാൻ ബോർഡറിൽ പോയിട്ട് പട്ടാളക്കാരൻ്റെ അടുത്ത് വള്ളി പിടിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ബട്ട് ഐ ക്യാൻ. അവ ഇനി തോക്കം കൊണ്ടുവരുമെന്ന് തന്നെ ഇവിടെ പണ്ണാനായി. അവർ 3 പേര് സ്കെച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ജയ്സൽമറിൽ പോയാൽ അവന്മാർ എന്നെ പണ്ണു. ഗൈസ്, അന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് ഈ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഡോർമെട്രി. ഇവിടെയാണ് കിടക്കുന്നത്. ഞാൻ അന്ന് വന്നപ്പോൾ കിടന്നതായി ഇവിടെയായിരുന്നു. ഇതിനകത്തായിരുന്നു ഞാൻ അന്ന് കിടന്നത്. ആളൊന്നുമില്ല. ഇന്ന് എനിക്ക് അതിൻ്റെ താഴത്തെ ബെഡാണ് കിട്ടിയത്. മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാത്റൂമാണ്. AC വരെ ഉണ്ട്. മെയിൻ ഘടകം ബാത്റൂമാണ്. ബാത്റൂം ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഇവിടെ ഒരു സംഭവം കണ്ട, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, പിന്നെയും നമ്മൾ അതിൽ ക്ലിക്ക് ആക്കുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും. ഫാനുണ്ട്, ബാത്ത് ടബുണ്ട്, ഇതുണ്ട്, നല്ല വാഷ്റൂമുണ്ട്, ഇവിടെ ടിഷ്യൂ പേപ്പർ. മുകളിൽ കണ്ട ബാത്റൂമിൻ്റെ അകത്ത് ഫാനുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ അപ്പുറത്ത് നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പ്, ഷവർ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ 5 ദിവസം മുന്നെയാണ് ഇവിടെ ആദ്യം വന്നത്. അപ്പോൾ അന്ന് വന്നപ്പം ഇവിടെ കൊടുത്തതെന്ന് പറയുന്നത് 250 രൂപയാണ് ഈ ഒരു റൂമിന് കൊടുത്തത്. ഈ ഒരു ബെഡ് സ്പേസിനും ഈ വാഷ്റൂമിനും കൊടുത്തത് 250 രൂപയാണ്. ഞാൻ ന്യൂഡൽഹി പോയപ്പോൾ അവിടെ 300 രൂപ കൊടുത്തു. 300 രൂപയ്ക്ക് ഒരു എന്തെന്ന് പറയാൻ, ഒരു ചേരി കണക്കിനുള്ള ഒരു സ്ഥലത്തിൻ്റെ അകത്ത് ഒരു കുടിൽ പോലത്തെ ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത് 300 രൂപയ്ക്ക്.
ഇവിടെ 250 രൂപയ്ക്ക് ലക്ഷറിയസ് ലൈഫ്. ഞാൻ ഇന്നത് വില കൂടി, ഇന്ന് അത് 400 രൂപയായി. പക്ഷെ അന്ന് ഞാൻ വന്നപ്പോൾ 250 രൂപയായിരുന്നു. ഇന്ന് 370 എത്ര സംതിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജയ്പൂരിൽ വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് 500 മീറ്ററേ ഉള്ളൂ. ജോയൽസ് ഹോസ്റ്റൽ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ കാർഡ് കാണിച്ചു തരാം. ഇതാണ് ജോയ്സ് ഹോസ്റ്റൽ ജയ്പൂർ. ഇതാണ് അവരുടെ കാർഡ്. ഞാനിത് പ്രൊമോഷനൊന്നും ചെയ്യുന്നതല്ല. ഞാൻ 1 രൂപ പോലും അവരെനിക്ക് കുറച്ച് തന്നിട്ടില്ല. അന്ന് 250 രൂപ വാങ്ങിച്ച് ഇന്ന് 150 രൂപ എക്സ്ട്രാ ആണ് വാങ്ങിച്ചത്. അല്ലാതെ എനിക്ക് 1 രൂപ പോലും കുറച്ച് തന്നിട്ടില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം സോളോ ട്രിപ്പോ 2 പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ കഴിഞ്ഞ 5 ദിവസമായിട്ട് രാജസ്ഥാനിൽ കടന്ന് ഓട്ടം, പിന്നെ മറ്റേ റെയിൽവേ സ്റ്റേഷനിലുള്ളതും എല്ലാം കൂടെ ചേർന്ന് വയ്യ. അപ്പോൾ ഇനിയുള്ള എൻ്റെ വാരണാസി യാത്രയെങ്കിലും നല്ല രീതിയിൽ പോകും. ഇല്ല, നമുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ പോണത്. ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. നമ്മൾ ഓരോ സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. ഇപ്പം നമ്മൾ 4 സിറ്റുവേഷൻ കഴിഞ്ഞു, നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് ഫുഡ്, ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ കിടക്കുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നു. ആകപ്പാടെ 2 റൊട്ടി, ഒന്ന് കഴിക്കാൻ പോലും വിശപ്പില്ല. ഭയങ്കര വിശപ്പുണ്ടായിട്ട് 2 റൊട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ എന്തു പറയാൻ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ശ്വാസം മുട്ടി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയി. അവരെല്ലാവരും മറ്റേ പാൻ പരാക്ക് ചുറ്റിലിരുന്ന് തിന്ന് തുപ്പി അതിനിടയിലൊക്കെ ഇരുന്നാണ് ഞാൻ പോയതല്ല ഇന്നലെ വന്നത് ജോധ്പൂരിൽ നിന്ന് ജയ്പൂരിലോട്ട്. അങ്ങനെ ഒരു യാത്ര, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇനി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി അങ്ങോട്ട് നല്ല വാരണാസി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ. നമ്മൾ ട്രിപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്നാണ് പറഞ്ഞത്. നമ്മൾ വേറെ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. പോകുന്ന വഴിയിൽ പോട്ടെ, അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഉദയ്പൂരിൽ പോകണമെന്നുണ്ടായിരുന്നു, അത് ട്രിപ്പ് ബ്ലോക്ക് വേണ്ടെന്ന് വെച്ചു. പിന്നെ മൗണ്ട് അബു അതും വേണ്ടെന്ന് വെച്ചു. ഞാൻ എന്തായാലും ഇനി പോയിട്ട് ഒരു പ്രാവശ്യം കൂടെ രാജസ്ഥാനിലോട്ട് വരണം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് ട്രിപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ ലഗേജൊക്കെ വയ്ക്കുകയാണെങ്കിൽ ക്ലോക്ക് റൂമിൽ ഒരിക്കലും വയ്ക്കരുത്. ഇവിടെ തന്നെ ഡിജിറ്റൽ ക്ലോക്ക് റൂം, ഡിജിറ്റൽ ലഗേജ് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. 5 രൂപ എന്തോ തന്നെ ആവും ഒരു ദിവസത്തേക്ക്. 5 എത്ര രൂപയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത് കണ്ടില്ല, ഞാൻ വരുമ്പോഴാണ് അത് കണ്ടത്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനകത്ത് നിന്ന് ആളുകൾ പാസ്വേഡൊക്കെ അടിച്ച് ലോക്ക് ഓപ്പണാക്കി അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോണത് കണ്ടത്. അത് ഞാൻ ഇന്നാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലോട്ടോ എവിടെയാണെങ്കിലും പോകുമ്പോഴത്തേക്ക് ക്ലോക്ക് റൂമിൽ വെക്കുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും ഡിജിറ്റൽ ക്ലോക്ക് റൂമിൻ്റെ അകത്ത് വെക്കുന്നത്. അതായിരിക്കും സേഫ് കുറച്ചും കൂടെ. അതാകുമ്പം ഇവർ നമ്മളെ സാധനങ്ങളെടുത്ത് വലിച്ചെറിയുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. വല്ല പൊട്ടണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ഇവന്മാരൊക്കെ എറിയുമ്പോഴത്തേക്ക് അത് വന്ന് വീണ് പൊട്ടിയിട്ട് അവർ ഇത് നമ്മളൊന്നുമല്ല, നമ്മളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അതുകൊണ്ട് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്ലോക്ക് റൂമിൽ വെക്കുന്നതായിരിക്കും. ഇപ്പം ഇവിടെ രാജസ്ഥാനിൽ ഞാൻ എല്ലായിടത്തും കണ്ടു, നീല കളറിൽ ഇരിക്കണം കണ്ടു. പക്ഷേ അത് ക്ലോക്ക് റൂമാണെന്ന് ഇന്നാണ് വരുമ്പോഴാണ് കണ്ടത് ജയ്പൂരിൽ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ ഉണ്ട് ഡിജിറ്റൽ ക്ലോക്ക് റൂം. കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് എല്ലായിടത്തും ഉണ്ട് ഇപ്പം. അതിനകത്ത് തന്നെ ഫുഡുണ്ട്, പക്ഷേ ഭയങ്കര റേറ്റ്. ഒരു വെജ് ബിരിയാണിക്ക് തന്നെ 250 രൂപ പറയണം അവർ. 250 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇനി 2 ദിവസത്തേക്ക് ഫുഡ് കഴിക്കാനുള്ളതായി. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഇവിടെ എന്തെങ്കിലും വല്ല 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് വല്ല മാഗിയോ റൊട്ടിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാമെന്ന് കരുതി പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ ചായ കുടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ മണി ഇപ്പോൾ 5 മണിയായി. അപ്പം അന്ന് ജയ്പൂരിൽ വന്നിട്ട് മറ്റേ നെഹ്റംഗഡ് ഫോർട്ടിൽ പോയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന്, വേറെ പണിയൊന്നുമില്ല. അപ്പം സൺസെറ്റിൻ്റെ സമയം. അപ്പോൾ ഒന്നുകൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു റാപ്പിഡോ വരെ ബുക്ക് ചെയ്തു. ഇപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോണതിന് മുന്നേ സൺസെറ്റ് തീരാതിരുന്നാൽ മതിയായിരുന്നു. എന്തോ എനിക്ക് ഈ ട്രിപ്പിൽ ഞാൻ ഇതുവരെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയാണ്, ജയ്പൂരിലെ നെഹ്റംഗഡ് ഫോർട്ട്. അതാണ് നെഹ്റംഗഡ് ഫോർട്ട്. നമുക്ക് ഇനി അതിൻ്റെ മുകളിൽ വേണം പോകാൻ. ഗായ്സ്, പിന്നെയും മൂഞ്ചൽ. ഇന്ന് മൊത്തം മൂഞ്ചലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു റാപ്പിഡോ വിളിച്ച് നെഹ്റംഗഡ് ഫോർട്ടിൽ പോകാൻ വേണ്ടി പോയി. റാപ്പിഡോക്കാരെ എന്നെ വന്ന് വിളിച്ച്, എന്നിട്ട് ഞാനും അവനുമായിട്ട് നെഹ്റംഗഡിലോട്ട് പോയി. നെഹ്റംഗഡിൽ ഹില്ലാണ് കയറാനുള്ളത്. ഒരു കുന്ന് കയറണം, ഒരു 2 കിലോമീറ്റർ ഒരു കുന്ന്, മറ്റേ ഹെയർപിൻ പോലെ വളഞ്ഞ് കയറണം. അതിൻ്റെ താഴെ കൊണ്ട് നിർത്തിയിട്ട് പറയണം എനിക്കിനി പോകാൻ പറ്റൂല എന്ന്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ലൊക്കേഷൻ മുകളിലല്ലേ കാണിക്കണത്, പിന്നെ എന്ത് നിനക്ക് പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. അവസാനം അവൻ പറഞ്ഞ്
നീ പൈസ ഒന്നും തരണ്ട, എൻ്റെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ്, റൈഡ് എൻ്റെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ. എന്നിട്ട് അങ്ങേര് പറഞ്ഞ് വേറൊരു റാപ്പിഡോക്കാരനെ വിളിച്ച് ഇതിൻ്റെ പൈസ നീ എനിക്ക് തരണ്ട, ഈ റൈഡ് നീ എൻ്റെ ചെയ്തിട്ട് വേറൊരു റാപ്പിഡോക്കാരനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ അവൻ്റെ റൈഡ് എൻ്റെ ചെയ്തിട്ട് ഞാൻ വേറൊരു റാപ്പിഡോക്കാരനെ വിളിച്ച്. ആ റാപ്പിഡോക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവനും പറയണം അവന് മുകളിലോട്ട് പോകാൻ പറ്റില്ല എന്ന്. എന്നിട്ട് അവന് എൻ്റെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ചെയ്യാൻ പറ്റൂല, എൻ്റെ ആണെങ്കിൽ നീ എന്നെ തിരിച്ച് സ്ഥലത്ത് കൊണ്ടുവിടണമെന്ന് പറഞ്ഞ്, മറ്റേ ഹോസ്റ്റലിൽ ഈ റൂമിൻ്റെ അവിടെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എന്നെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി തിരിച്ച് എൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അവിടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ഞാൻ നടന്നെങ്കിലും മുകളിൽ കയറിപ്പോയി എൻ്റെ സൺസെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോഴത്തേക്ക് ഇരുട്ടിയായി അവിടെ. പിന്നെ അവൻ എന്നെ നേരെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് അതിന് 35 രൂപയായി. 35 രൂപയും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ട്. മൊത്തവും മൂഞ്ചലും കഞ്ഞിയാണ് ഗൈസ്, മൊത്തവും മൂഞ്ചലും കഞ്ഞിയാണ്. ഞാൻ പിന്നെ ഇവിടെ റൂമിലൊന്നും ഇങ്ങനെ ഇരിക്കണം. ഇന്നല്ല 3 ദിവസമായിട്ട് മൊത്തം മൂഞ്ചലാണ് എനിക്ക്. ഗൈസ് ഞാനങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇന്ന് രാവിലെ എണീറ്റ് ചെക്കൗട്ട് ചെയ്ത് ഇനി നേരെ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി 1:30-ക്കാണ് അവിടെ ട്രെയിനുള്ളത്. 1:30-ക്കുള്ള ട്രെയിനിൽ വേണം ഇനി പോകാൻ. ഞാൻ ആലോചിക്കണത് ജനറലിൽ തന്നെ ഇരുന്നാൽ മതിയോ അതോ സ്ലീപ്പറിൽ കയറണമെന്ന് ആലോചിക്കുകയാണ്. വെറുതെ പൈസ കളയണ്ടല്ലോ. ഇന്നലെ തന്നെ ഏകദേശം 1000 രൂപ പൊട്ടി. ഇന്നലെ ഇവിടെ ഇറങ്ങിയതുകൊണ്ട് റൂമും 330 രൂപ ടിക്കറ്റിൻ്റെ പ്രൈസ്, ഫുഡെല്ലാം ചേർത്തിട്ട് 1000 രൂപ ഇന്നലെ തന്നെ ഇവിടെ പൊട്ടി. ഗായ്സ് അങ്ങനെ ഞാൻ TTRൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ടിക്കറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിൻ്റെ ടിക്കറ്റ് കിട്ടി. 420 എക്സ്ട്രാ ആയി. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 250, 400, 650, 700 രൂപ കുഴപ്പമില്ല. 400 രൂപ എക്സ്ട്രാ ആയെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ പോയി മറ്റേ കാൺപൂറിൽ പോയി കടന്നിട്ട് അവിടെ നിന്ന് പിന്നെ എണീറ്റ് അവിടെ നിന്ന് പിറ്റേ ദിവസം ഫുള്ള് മുണ്ടിയായിരിക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിക്കോളും. സീറ്റ് മാറി പോയാൽ മതി. നമുക്ക് സീറ്റ് നമ്പറില്ല, വേറെ ആരെങ്കിലും വന്ന് ആ സീറ്റിലോട്ട് നമ്മൾ കിടക്കുന്ന സീറ്റിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ നിന്നിട്ട് വേറെ ഒരു സീറ്റിൽ പോയി കിടക്കുക, അത്ര തന്നെ ഉള്ളൂ. പ്രശ്നമില്ല. വാരണാസി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ കേരളത്തിലോട്ട് പോകാം. മാറി ചേഞ്ച് ചെയ്തിട്ട് പോകാം. ഇവിടെ സ്ലീപ്പർ കോച്ചിൽ തന്നെ നല്ല രീതിയിൽ ഇവിടെ തിരക്കുണ്ട്. ഞാനാണെങ്കിൽ സ്ലീപ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും സ്ലീപ്പറിൽ ഏതെങ്കിലും ഒരു കോച്ചിൽ കയറിയിട്ട് ഏതെങ്കിലും സീറ്റുള്ള സ്ഥലത്ത് കയറി കിടക്കാം. ഗൈസ് അങ്ങനെ ചാടിപ്പിടിച്ച് ഒരു സീറ്റിൽ കയറി കിടന്ന് ഞാൻ. ഇവിടെ മൊത്തത്തിൽ അടിയും ബഹളമൊക്കെയാണ്. ഇത് സ്ലീപ്പർ തന്നെയാണോ ജനറൽ ആണോ എന്ന് മനസ്സിലാവുള്ള. കാണിച്ചുതരാം. കണ്ട എല്ലാവരും ഇവിടെ അടിച്ച് പിടിച്ചൊക്കെ കിടക്കണ. ഇത് വന്നിട്ട് സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ഉള്ള സീറ്റ് ഇവിടെ കാണും. ഇത് എന്തോന്നിത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്ന കണക്കാണ് എല്ലാമാരും അടിച്ച് കയറിയൊക്കെ വരണത്. താഴെ ഒരു അപ്പുണ്ട്. എന്നെ ഫാൻ ഇടാൻ സമ്മതിച്ചില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഹിന്ദി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ പിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ഒന്നാതെ ചൂടെടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും സീറ്റ് കിട്ടി. ഞാൻ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വരാം. ബായ് ഗൈസ്. ഞാൻ അവിടെ നിന്നേപ്പിച്ച് വിട്ട്. അവിടെ കിടന്നപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരൻ പറഞ്ഞു അത് അയാളെ സീറ്റാണ്, എണീറ്റ് പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നേറ്റ് ഞാൻ S1-ലാണ് കിടന്നത്. S1-ൽ എണീറ്റ് ഞാനിപ്പം S2-ൽ വന്ന്. ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് പറയണത് S1-ൽ കയറിയതാണ് മണ്ടത്തരമായിപ്പോയത്. എല്ലാവരും അതിലിടിച്ച് കയറുമായിരുന്നു. സ്ലീപ്പറിൻ്റെ നടുക്കായിട്ടുള്ളതിൽ കയറണമായിരുന്നു. S3-യോ S4-ഓ അങ്ങനെ എന്തെങ്കിലും കയറിയിരുന്നെങ്കിൽ ഇത്രയും റഷ് വരില്ലായിരുന്നു. അത് ഫുള്ളും ടിക്കറ്റ് എടുക്കാത്തവരെല്ലാം വന്ന് കയറുന്നത് S1-ലാണ്. കാരണം AC കോച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ ആദ്യത്തെ ബോഗി ആയതുകൊണ്ട് എല്ലാവരും അതിലങ്ങിടിച്ച് കയറും. അതിലാണ് എനിക്ക് പണി പാളിയത്. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പോൾ S2-ൽ വന്ന് കിടക്കണം. ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ അടുത്തിന് S3-ലോട്ട് പോകണം. അവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ S4-ലോട്ട് പോകണം. ഒക്കെ അറിഞ്ഞാൽ ഇന്ന് ഉറങ്ങണത് മറ്റേ ഇങ്ങേരെ കൂടെ ആയിരിക്കും, എൻജിൻ ഡ്രൈവറിൻ്റെ കൂടെ ആയിരിക്കും. അയാളുടെ അടുത്തായിരിക്കും ഞാൻ കിടന്നുറങ്ങാൻ പോകണം. അവിടെ ബാഗെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാഗെല്ലാം അടുത്ത് അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ മണ്ടത്തരം കാണിച്ച് ഒരു 2-3 സിനിമ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഞാൻ സിനിമ ഒന്നും ഡൗൺലോഡ് ചെയ്തില്ല. ഇവിടെ നെറ്റും കിട്ടുന്നില്ല. ഫുൾ ഷോക്ക്. ഇനി അങ്ങറ്റം വരെ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഞാനിപ്പം ആഗ്ര കഴിഞ്ഞ അപ്പം അവിടെ തന്നെ നേരത്തെ കയറിയ സ്ഥലത്ത് തന്നെ ഇരിക്കണത്. പിന്നെ കഴിക്കാനായിട്ടിപ്പോൾ ഒരു വെജ് ബിരിയാണി വാങ്ങിച്ചു. പക്ഷെ അത് മൊത്തത്തിൽ തണുത്ത് ഐസ് കെട്ട പോലെ ഇരിക്കുന്നു. കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. അതാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. കഴിക്കണോ വേണ്ടയോ. എന്തായാലും നോക്കാം. ഇനി കിടന്നുറങ്ങിയിട്ട് രാവിലെ 7 മണിക്കായിരിക്കും വാരണാസിയിൽ എത്തണത്. അപ്പം ഇനി വേറെ ഒന്നുമില്ല. കിടന്നുറങ്ങുക, രാവിലെ 7 മണിക്ക് എണീക്കുക, വാരണാസിയിൽ ഇറങ്ങുക, അത്ര തന്നെ.